ഓൺലൈൻ കരോൾ സിംഗിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കൂ. 3 ലക്ഷം രൂപ വരെ സമ്മാനമായി നേടാം. അപ്പോ എന്റെ പേര് മറന്നുവല്ലേ കൊച്ചു മുതലാളി? എന്റെ പേര് വെളുത്തമ്മേന്നല്ല, കറുത്തമ്മ. എനിക്കറിയാം കറുത്തമ്മ. ഇനി ഞാൻ അങ്ങനെ വിളിച്ചിട്ട് വേണം ബോഡി ഷെയ്മിങ് നടത്തിയെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ തന്നെ തള്ളക്കി വിളിക്കാൻ. മാത്രമല്ല ഈയിടെയായി ഞങ്ങൾ എന്തു പറഞ്ഞാലും ഫേസ്ബുക്കിലിട്ട് നമ്മളെ പൊങ്കാലയും ഇടുന്നുണ്ട്. അതൊന്നും സാരമില്ല കൊച്ചു മുതലാളി, എന്റെ പേരല്ലേ വിളിച്ചോളൂ, ധൈര്യമായിട്ട് വിളിച്ചോളൂ. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? അല്ല കൊച്ചു മുതലാളി, ഞാൻ കുറച്ച് കാശ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പുല്ല് യാത്ര ചോദിച്ചു പോയാ മതിയായിരുന്നു. നിന്റെ അച്ഛൻ ആ ഇരുമ്പൻ കുഞ്ഞെവിടെ? ഇരുമ്പനല്ല, ചെമ്പൻ. ആ നിന്റെ അച്ഛൻ ആ ചെമ്പൻ വിനോദ് എവിടെയെന്ന്? ചെമ്പൻ വിനോദല്ല, ചെമ്പ കുഞ്ഞ്. ആ അത് തന്നെ, ആ ചെമ്പൻ കുഞ്ഞ് വള്ളവും വലിയ മേടിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എവിടെ കറുത്തമ്മ? കൊച്ചു മുതലാളിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പേയും ഇല്ല. നീയായിട്ട് എന്നെ പേ പിടിപ്പിക്കാൻ ഇരുന്നാ മതി. അയ്യോ, പേടിഎം ഉണ്ടോ? ഏറ്റുനോവുണ്ടെന്നോ? എടി ഇന്ന് വരെ നിന്നെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. തെങ്ങും ജാതി എന്ന് മാനസമേനെ പാടിയാൽ നിനക്ക് എങ്ങനെ അടി പേറ്റുനോവുണ്ടാവുന്നത്? അയ്യോ, ഈ കൊച്ചു മുതലാളിയെ കൊണ്ട് ഞാൻ തോറ്റു. കള്ളം പറയരുത്. കരപ്പനും വട്ടച്ചൊറിയും വന്ന് പരീക്ഷ എഴുതാൻ പോകാത്തല്ലേ നീ തോറ്റത്? അതും എന്റെ മണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കുന്നു. കൊച്ചു മുതലാളി. കരുത്തമ്മ, കരുത്തമ്മ നീ എന്നെ വിട്ടു പോയാൽ ഈ കടാപ്പുറം മൊത്തം ഞാൻ പാടി നടക്കും. പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്ര ഉണ്ടോ കൊച്ചു മുതലാളി? എനിക്ക് അതിനുള്ള പാങ്ങൊന്നുമില്ല. ഞാൻ എന്റെ വയറ്റത്തടിച്ച് പാടും. എങ്കിൽ പിന്നെ കുറച്ചു മഞ്ഞക്കാർഡ് അടിച്ചു വെച്ചു, വിതരണം ചെയ്ത് ചില്ലറ കിട്ടും. കരുത്തമ്മ, നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരുമിച്ച് ആ കടൽ ചാടി മരിക്കാൻ കരുത്തമ്മ. എങ്കിൽ പിന്നെ കൊച്ചു മുതലാളി ആദ്യം ചാടി മരിക്കൂ, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചാടി മരിക്കാം. അതെന്താ കരുത്തമ്മ ഒരാഴ്ചത്തെ ഡിലേ? ഒരാഴ്ചത്തേക്കുള്ള ഇറച്ചി സ്രാവിന് കിട്ടും, അത് കഴിഞ്ഞ് ഞാൻ ചാടാം. കരുത്തമ്മ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതെടി. നിന്റെ കെട്ടിയോൻ ആ മധുര എവിടെ പോയടി? അയ്യോ, മധുരയല്ല കൊച്ചു മുതലാളി. എങ്കിൽ നിന്റെ കെട്ടിയോൻ ആ ശേലം എവിടെ പോയടി? അതുമല്ല കൊച്ചു മുതലാളി. അങ്ങനെയാണെങ്കിൽ നിന്റെ കെട്ടിയോൻ ആ തിരുപ്പതി എവിടെ പോയടി? അടുത്തെത്തി. എങ്കിൽ നിന്റെ കെട്ടിയോൻ ആ പൊള്ളാച്ചി എവിടെ പോയടി? കുറച്ചും കൂടെ അടുത്തെത്തി. എങ്കിൽ നിന്റെ കെട്ടിയോൻ ആ മഹാലിംഗപുരം എവിടെ പോയടി? ഇനിയും വരട്ടെ, കുറച്ചും കൂടി. നിന്റെ കെട്ടിയോൻ ആ പളനി എവിടെ പോയടി? അത് തന്നെ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ചമ്മി നാറിയനെ. അവൻ എവിടെ പോയടി? അദ്ദേഹം ഇവിടെ ഇല്ല, അങ്ങ് പുറംകടലിലാണ്. പറയുന്ന കേട്ടാ തോന്നും അയാൾ അങ്ങ് ഗൾഫിലാണെന്ന്. അങ്ങ് പുറംകടലിൽ സ്രാവിനെ പിടിക്കാൻ പോയതാണ്. അവനെ ആ സ്രാവ് പിടിച്ചിരുന്നെങ്കിൽ ഞാനും നീ തമ്മിലുള്ള ബന്ധം ഇവിടെ സ്മൂത്തായിട്ട് പോയനെ. കറുത്തമ്മ, എന്റെ കൊച്ചുമുതലാളി, കറുത്തമ്മ, എന്റെ കൊച്ചുമുതലാളി. എത്തിക്കാരടി എന്റെ കറുത്തമ്മ, എന്റെ കൊച്ചു മുതലാളി, എന്റെ കറുത്തമ്മ, എന്റെ കൊച്ചു മുതലാളി, വഞ്ചകി, എന്റെ കൊച്ചു മുതലാളി. ദൈവമേ സംഗതി മുറിവാണല്ലോ. എടി വഞ്ചകി. പഞ്ചയിൽ കടലിൽ പോയ എന്നെ അവന്റെ നെഞ്ചത്ത് കിടന്ന് ഇഞ്ചിൻ ചായ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേടി? അയ്യോ, വഞ്ചിച്ചതല്ല പളഞ്ഞിയണ്ണ. കൊച്ചു മുതലാളിയുടെ കണ്ണിൽ പൊടി വീണപ്പോൾ ഞാനൊന്ന് ഊതി കൊടുത്തതാണ്. അല്ല നിങ്ങൾ ഒന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു റിഹേഴ്സൽ കാണിച്ചു കൊടുക്കാൻ. ആ നെഞ്ചത്തൊന്ന് കിടന്ന്. കൊച്ചു മുതലാളി. കരുത്തമ്മ, ഈ നെഞ്ചത്താണോടി കണ്ണ്? ഓട്ടെ എന്തിലോട്ടെ. അല്ല, പളഞ്ഞണ്ണൻ കടലിൽ സ്രാവിനെ പിടിക്കാൻ പോയിട്ട് സ്രാവ് എവിടെ? ഞാൻ പോയ വാക്ക് പറഞ്ഞ വാക്കാ. കണ്ടാ സാധനം പടക്കണ്ട. 6 ദിവസം പുറംകടലിൽ പോയി സ്രാവിനെ പിടിക്കാൻ പോയിട്ട് പിടിച്ച സ്രാവാണോ ഇത്? എടാ ഇതിനെ പിടിക്കാനായിരുന്നെങ്കിൽ നിനക്ക് വല്ല തോട്ടിലും പോയാ പോരായിരുന്നടാ പളനി. അതല്ല സംഭവം എന്താ വെച്ചാല്, ഞാൻ അവിടെ ചെന്നപ്പോ സ്രാവിനെ കിട്ടിയില്ല. പിന്നെ അവന്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോക്കടെ ഇളയ കൊച്ചിന്റെ 28 നിൽക്കുന്ന കൊച്ചിനെ പിടിച്ചോണ്ടാ ഞാനിങ്ങ് വന്നേ. എടാ മോൾ മുതലാളി, സിനിമയില് നിന്നെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഈ ഫ്ലോറിലെങ്കിലും നീയും ഞാനും തമ്മിൽ കോർക്കാൻ പറ്റിയതില് ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അയ്യോ, ദൈവം ചെയ്ത് നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുതേ. പോകൂ, പോകൂ. നീ ഒരു കാര്യം ചെയ്യേ, നീ നല്ലൊരു സ്പോട്ട് പറഞ്ഞാട്ടെ, ഞങ്ങൾ അവിടെ ചെന്ന് വർക്കുണ്ടാക്കാം. ഞാൻ വിളിച്ച് പറഞ്ഞ ഞാൻ വായിക്കിറങ്ങാൻ തെറിയല്ല പുറത്ത്. എടാ ഈ കോമഡി നീ 2 ദിവസം പഠിച്ചിരുന്നെങ്കിൽ ഇവൾ അന്നേ ഇറങ്ങി എന്റെ അടുത്ത് വന്നേനെ. അമ്മേ, മഴക്കാറല്ലടി, മരക്കാർ കടലിൽ പോയിട്ട് വരുന്നത് വരെ
ഞാൻ എന്റെ മരക്കാരനെ കാത്തിരിക്കും. ഞാനും കാത്തിരിക്കും, മരക്കാർ വരുന്നതും കാത്ത്. എന്റെ പെണ്ണുമ്പുള്ള കാത്തിരിക്കണേൽ ഒരു സുഖമുണ്ട്. നീ എന്തിനാണ് അങ്ങനെ കാത്തിരിക്കണേ? ഞാൻ ആ സൈസ് ടീം അല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ മരക്കാരല്ല, അല്ലേ? പ്രിയദർശന്റെ കുഞ്ഞാലി മരക്കാരാണ്. OTT പോകുന്നു പലരും പറയുന്നുണ്ട്. എന്നാലും തിയേറ്ററിൽ തന്നെ വരും. തിങ്കളാഴ്ച പോയി ഫസ്റ്റ് ടിക്കറ്റ് തന്നെ എടുത്ത് പ്രിയദർശന്റെ ഒപ്പം ഇരുന്ന് പടം കാണണം. ആരെടാ നീ? എന്ന് മനസ്സിലായില്ലേ? മനസ്സിലാവാൻ നീ സൂപ്പർമാനോ സ്പൈഡർമാനോ വല്ലതും ആണോടാ? ശ്രദ്ധിച്ചു. നിങ്ങളാരെങ്കിലും ഒരു കാര്യം ചെയ്യേ, ഇവന് ഇച്ചിരി വെള്ളം കൊണ്ടേ കൊടുക്ക. എന്താ ഇവൻ എന്തോ കട്ട് തിന്നേച്ച് വരുന്ന ഭാവമാണെന്ന് തോന്നുന്നു. നല്ല എക്കളുണ്ട്. അത് ഇക്കളല്ല, എന്റെ സ്റ്റൈലാണ്. ഞാൻ വിചാരിച്ചു വല്ല മീൻ വല്ലോ എന്റെ അണ്ണാക്കി പോയതായിരിക്കും. കോമഡി 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 കോമഡി. സംഭവം എന്താ അറിയുമോ? നമ്മുടെ കയ്യിൽ വാച്ചുണ്ടായിട്ടും സമയം നോക്കാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കുന്ന ആ രാഘവനില്ലേ, ആ രാഘവനാണ് ഞാൻ. ഓ, ആ രാഘവനാണല്ലേ? അതെ അതെ അതെ. ആ എടാ രാഘവ, എന്താണ് നിനക്ക് പടം തെറ്റി. എന്തിനാടാ ഒറ്റച്ചാട്ടത്തിന് ഭരതന്റെ സിനിമയിൽ നിന്ന് രാമുക്കാരിയേട്ടന്റെ പടത്തിലേക്ക് ചാടിയത്? എന്റെ ദൈവമേ, ഞാൻ അതല്ല ഓർക്കണേ. എന്താ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ ഇതെല്ലാം അറിയുന്നുണ്ടോ എന്തോ? ഒരു കാര്യം പറ്റേ, സിനിമ മാറിയാലും കടപ്പുറം ഒന്നല്ലേ, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ, നമുക്ക് എവിടെ കൊണ്ടും പോവാലോ. നീ ഇവിടെ വന്നതിന്റെ കാര്യം? എനിക്ക് സിനിമ മാറാൻ കാരണം ഞാൻ കുറച്ചു നാള് പുറം കടലായിരുന്നു. എന്താടാ പുറം കടലിൽ? അതായത് ഞാനൊരു കൊമ്പസ്രാവിനെ ചെന്ന് ഉൾക്കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാ എനിക്ക് മുത്തിനെ കെട്ടിച്ചേരായിരുന്നു അവളെ അച്ഛ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് കൊമ്പനെ കിട്ടിയാടാ നിനക്ക്? കൊമ്പനെ കിട്ടിയില്ല. ഞാൻ കുറെ നാൾ അവിടെ കിടന്നു. അതാണ് താടിയൊക്കെ വളർന്നു. ഷേവ് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു, ബ്ലൈഡ് പോലും ഇല്ലായിരുന്നു. ആ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ ഈ വീട്ടിലൊരു ബാർബർ ഷോപ്പ് തുടങ്ങാം. ആ തൊളേക്കടെ തല ഉള്ളിലേക്ക് ഇട്ടാ ഞാൻ ഷേവ് ചെയ്ത് തരാം. കൊമ്പനെ കിട്ടി. കൊമ്പനോടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നീ പോയി കൊമ്പനെ എടുത്തോണ്ട് പോടാ. ഓക്കെ, പിന്നെന്താ? കൊമ്പൻ കൊമ്പൻ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് ഞാനൊരു കൊമ്പനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞ കൊമ്പൻ. കാണിച്ചറാ. ഏത് കൊമ്പൻ? നോക്കേ, ഇതേത് ജീവി? ബലേപേഷ്. കൊമ്പനെ പിടിക്കാൻ പോയിട്ട് ദേ അവൻ കൊമ്പൻ ജെല്ലിനെ പിടിച്ചോണ്ട് വന്നേക്കണേ. എനിക്ക് ചിരിച്ച് ചിരിച്ച് ഞാൻ നിൽക്കാവും. ഇത് കൊമ്പൻ ജല്ലിയല്ല, നിനക്ക് കണ്ടായിരുന്നൂടാ. ഇത് ആറ്റുവാളയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കൊമ്പനല്ലേ? അല്ലല്ലേ, ഇത് കൊമ്പനല്ല. അപ്പൊ എന്റെ മുത്തിനടിയെ കിട്ടില്ലേ? മുത്തനെ കിട്ടണ ലോക്കറ്റിനെ കിട്ടണ നൂല് പോലും കിട്ടില്ല നിനക്ക്. ആരെടാ നീ? സത്യം പറയടാ. ഞാൻ പറയില്ല, അവൻ പറയട്ടെ. അവനല്ലേ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എന്നോട് പറയാൻ പറഞ്ഞ. എന്നോട് ആരാടാ പറയാൻ പറഞ്ഞത്? പിന്നെ ഈ കൂട്ടത്തിൽ സത്യം ഞാനല്ലേ. ഈ കോമഡി നീ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇവൾ അന്നേ ഇറങ്ങി എന്റെ കൂടെ വന്നേനെ. അമ്മേ, അയ്യോ, കടലമ്മ വിളിച്ചതാണോ? ഇല്ല, ഇവന്റെ രണ്ടാനമ്മയ്ക്കും മുത്തിക്കും വിളിച്ചതാ. ഐ ആം ജാക്ക്. എന്നിട്ട് You know Titanic film? ഐസ് ബ്ലോക്ക് ഇടിച്ചു റോസ് പോയി, ഞാൻ അണ്ടർ വാട്ടർ ടാനും പോയി. എന്നിട്ട് ഐ എസ്കേപ്പ്. എനിക്കറിയാൻ പാടില്ല. അതേ ഭരതന്റെ പടത്തിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വന്നേക്കണു. ദേ ഇപ്പൊ അവൻ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് വന്നേക്കണു. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ ബാദുഷയുടെ കീഴിൽ പോകും. ഐ ആം ജാക്ക്. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. Look here. Excuse me. അല്ല, എനിക്കറിയാൻ പാടാത്തോണ്ട് ഈ പച്ചാളം പാസി എന്തിനാ കറുത്തമ്മയുടെ പുറകെ പോയി നിൽക്കുന്നത്? എടാ, ഇത് പച്ചാളം പാസിയല്ല. കറുത്തമ്മയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി കോലം കൊണ്ട് വെച്ചതായിരിക്കും. Excuse me. Okay. ഞാൻ പസഫിക് സമുദ്രത്തിന്റെ അടിയിൽ റോസ് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഡോൾഫിനുമായി ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I see. ആ സമയത്താണ് ഈ വന്ന് വലയിട്ടിട്ട് കൊമ്പനാനും പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് വന്നു. എന്തിട്ടിട്ട്? ഞാൻ ഇവന്റെ കാല് പിടിച്ച് പറഞ്ഞു ഞാൻ ജാക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഒരു ചാക്കെടുത്ത് എന്റെ തലയിൽ കൂടിയിട്ട് എന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. എല്ലാരും ഒന്നും മിണ്ടാതിരുന്നേ. ഒരു കോള് വരുന്നുണ്ട്. ചാകരക്കോളായിരിക്കും. ചാകരക്കോളൊന്നും അല്ല. ആ, എന്നാ പിന്നെ മഴക്കോളായിരിക്കും. ഏയ്, മഴക്കോളും അല്ല. മഴക്കോളും അല്ലെങ്കിൽ എന്നാ തെർമോക്കോളായിരിക്കും. ഏയ്, തെർമോക്കോളും അല്ല. നമ്മുടെ ഈ പരിപാടിയുടെ സംവിധായകന്റെ കോള. എന്താ? കിറ്റ് നിന്ന് വലിയുന്നുണ്ട്. ഇതൊരു അവസാനമില്ലടാ, നിർത്തിയിട്ട് പൊക്കൂടെന്ന്. അതെ, എന്റെ കഥ കഴിഞ്ഞിട്ടില്ല. നിന്റെ കഥ ഉടനെ കഴിയും. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഏന്നാക്കും, നിങ്ങൾ ആന്നാക്കണം. അപ്പൊ ഒരു മ്യൂസിക്കും കേൾക്കും. അത് നമുക്ക് കഴിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. എങ്കിൽ പിടിച്ചോ. എന്നിട്ട് നീ അതിനും കൂടെ ഞാൻ കോമഡി ഉണ്ടാക്കാടാ. ഓൺലൈൻ കരോൾ സിംഗിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കൂ. 3 ലക്ഷം രൂപ വരെ സമ്മാനമായി നേടാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ.